നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം. സാറ്, ഒരു സർക്കാരിനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും, അതായത് അവർക്ക് അവരുടെ പ്രതിച്ഛായ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും ആ സംസ്ഥാനത്തെ പോലീസ് സേനയാണ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അങ്ങ് ഏതാണ്ട് 4 പതിറ്റാണ്ടോളം 37-38 വർഷം സർവീസിലിരുന്നയാളാണ്. പോലീസ് സേനയുടെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്ത ഒരാളാണ്, ഇന്ത്യക്കകത്തും പുറത്തും. അങ്ങയുടെ നോട്ടത്തിൽ നമ്മുടെ കേരള പോലീസ് നിലവിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. സേന കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്, അച്ചടക്കം വളരെ മോശമാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ട്. പക്ഷേ കേരള പോലീസ് തന്നെയാണ്. ഇപ്പോഴും മികച്ച ഉദ്യോഗസ്ഥന്മാർ, അത് ഏറ്റവും താഴെത്തട്ടിൽ മുതൽ, അതായത് ഒരു സാധാരണ CPO ആയിട്ട് ജോലി ചെയ്യുന്ന ആൾ മുതൽ അങ്ങ് ഉന്നത IPS ഉദ്യോഗസ്ഥർ വരെ മികച്ച ഉദ്യോഗസ്ഥരുടെ ഒരു നിര തന്നെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങ് ഒരു വളരെ സീനിയറായ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഈ ആഭ്യന്തരമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് അടുത്തിടപഴകാൻ അങ്ങേക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു അനുഭവ പരിജ്ഞാനത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചോദ്യം. നമ്മുടെ പോലീസ് സേനയെ നന്നാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കുത്തഴിഞ്ഞ അവസ്ഥ മാറ്റിയെടുക്കാൻ, അച്ചടക്കമുള്ള ഒരു സേന എന്ന ആ ഒരു പേര് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഉദ്യോഗസ്ഥരെ എവിടെയൊക്കെ നിയോഗിച്ചാൽ നമ്മുടെ കേരള പോലീസിൻ്റെ ആ പഴയ പ്രൗഢി, ആ ഗാംഭീര്യം, ആ കുറ്റാന്വേഷണ മികവ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും? എന്താണ് അങ്ങയുടെ അഭിപ്രായം? പിന്നെ പ്രശാന്ത് പറഞ്ഞതിൽ കുഞ്ഞു വിയോജിപ്പുണ്ട്. പോലീസ് മാത്രമല്ല പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത്, പോലീസിനൊരു മേജർ റോളുണ്ട്. വേറെ മറ്റുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ആരോഗ്യം, അതൊക്കെ റവന്യൂ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. എങ്കിലും ഹൗവർ പോലീസിന് വലിയൊരു പങ്കുണ്ട്. ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ, ഒരു SI വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു IG വിചാരിച്ചാൽ ഗവൺമെൻറ് താഴെ പോകും. അത് ശരിയാണ്. പിന്നെ ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കുകയും ബ്രിട്ടീഷ് പോലീസ് എന്നെ അവരുടെ കോടതിയിൽ മൊഴി കൊടുക്കാൻ വിളിക്കുകയും ഒരു മർഡർ കേസുമായിട്ട് വിളിക്കുകയും അങ്ങനത്തെ അന്വേഷണം നടത്തിയ. പിന്നെ ഞാൻ വെളിയിലെല്ലാം പോകുമ്പോൾ ഈ പോലീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഞാൻ നോക്കും. ഈ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിന് പകരം പോലീസ്, ഞാൻ ഒരു പ്രാവശ്യം FBI ഹെഡ്ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്തിരുന്നു, അമേരിക്കയിൽ, USA. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യും, നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത്. ഇപ്പം ജർമ്മൻ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ എന്തോ ചെയ്യും? നിങ്ങളുടെ കാർ കത്തിച്ചു, പോലീസ് കാർ കത്തിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്തോ ചെയ്യും എന്നൊക്കെ ഞാൻ ഹെപ്പത്തറ്റിക്കലായിട്ട് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഒരുപാട് ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഈ ആഭ്യന്തരമന്ത്രിയും ചീഫ് മിനിസ്റ്ററും കൂടെ ചേർന്നാണല്ലോ ഈ ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത്, കോൺസ്റ്റബിൾ തൊട്ട് DGP വരെയുള്ള. അപ്പോൾ ഈ ഗവൺമെൻറ് നല്ല പെർഫോമൻസ്, ഞാൻ അപ്പൊളിറ്റിക്കായിട്ട് പറയുന്നത്, ഏത് പാർട്ടിയോ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇപ്പം നല്ലൊരു മാൻഡേറ്റ് കൊടുത്ത് അധികാരത്തിൽ ഏറ്റിയിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അപ്പം അവർക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. അതെ, അത് തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി അവർക്ക് ഹെവി ആവും കുറച്ചുകൂടെ. എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ വലുതാണ്. നിങ്ങൾക്കും എനിക്കും തീർച്ചയായിട്ടും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പോലീസിൻ്റെ 37.5 വർഷം ഞാൻ പോലീസിൻ്റെ ഉയർച്ചകളും താഴ്ചകളും കണ്ട ഒരു വ്യക്തിയാണ്. പല സീനിയർ ഭയങ്കര കിടിലൻ സീനിയർ ഓഫീസേഴ്സിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ജൂനിയർ ഓഫീസറാണെങ്കിലും. പിന്നെ ഈ ആൻറ്റി കറപ്ഷൻ എല്ലാം കൂടെ ഒരു 18 വർഷം എനിക്ക് ഇതുണ്ട്. വിജിലൻസ് മാത്രമല്ല, വിജിലൻസ്, CBI, അപ്പം ഇങ്ങനെ കുറേ. അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ നന്നായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഈ CMO HMO എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നെ അവിടെ പോസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ,
നമുക്കങ്ങനെ പറയാമല്ലോ. പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ രണ്ടുപേരും എൻ്റെ അടുത്തും കൂടെ പലയിടത്തും ചോദിക്കും, അതിലൊരാൾ ഞാനായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പോലീസിന് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയിലോ പോസ്റ്റിങ്സ് വരാൻ സാധ്യതയുണ്ട്, സീനിയർ ലെവൽ തൊട്ട് താഴോട്ട്. അപ്പോൾ സീനിയർ എപ്പോഴും നമ്മൾ പറയുമ്പോൾ സീനിയർ ലെവൽ ഓഫീസർമാർ നന്നായിരുന്നാലേ താഴെയുള്ള ഓഫീസർമാർ അവർ ഇന്നെഫക്റ്റീവ് ആയാൽ നമ്മുടെ ഇപ്പോഴത്തെ ED റെയ്ഡ് ഹൈലി ഇന്നെഫക്റ്റീവ് ആയതുകൊണ്ട് താഴോട്ടും ആരും ഒന്നും ചെയ്തില്ല. കറപ്റ്റ് ആയിരുന്നാലും താഴോട്ടും പോകും. സപ്പോസ് DYSP ഓണസ്റ്റാണ്, SI ഓണസ്റ്റാണ്, അതുകൊണ്ടും ഗുണമില്ല. കാര്യം ഞാൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. നിങ്ങളെന്തിനാണ് അത് ചെയ്തത്, അതിപ്പോൾ വേണ്ട മറ്റേ മറിച്ച് എന്ന് പിന്നെ അയാൾക്കവിടെ ജീവിക്കണ്ടേ. എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും മുകളിൽ നിന്ന്. ചിലർ ഒന്നുമേ ചെയ്യില്ല. അപ്പോൾ പിന്നെ DYSPയും SIയും CAയും ഒക്കെ അങ്ങ് വിരാജിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണകാലത്ത് അങ്ങനെ നമ്മൾ കുറേ കണ്ടു ആ ഒരു സിറ്റുവേഷൻ. ഈ മിഡിൽ ലെവൽ ഓഫീസേഴ്സ് അങ്ങ് വിരാജിച്ചു, സീനിയർ ഓഫീസേഴ്സ് ഒന്നും ചെയ്തില്ല. അപ്പം ഇതെല്ലാം മാറ്റി ഒരു മികച്ച ഭരണം എങ്ങനെ കൊണ്ടുവരണമെന്ന് അവർക്ക് രണ്ടുപേർക്കും CMനും ഇപ്പോഴത്തെ HMനും ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ പറയും ഒരു പരിണിതപ്രജ്ഞനായ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്ത് ലാൻഡ് ഓർഡർ, ക്രൈം, വിജിലൻസ് ഇവിടെ എല്ലാം ജോലി ചെയ്ത് കോടതിയിൽ പോയി ഈ ഡിഫൻസ് ലോയേഴ്സുമായിട്ടൊക്കെ അടിയുണ്ടാക്കി കേസുകൾ കൺവിക്റ്റ് ചെയ്ത് എപ്പോഴും പ്രശാന്ത് ആലോചിക്കേണ്ടത് ഇനി എന്ത് പുലിയായാലും കടുവയാണെന്ന് പറഞ്ഞാലും മുകളിലിരിക്കുന്ന കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ SI to DYSP ആണ്. SI to DYSP ആണ്. അത് പലരും മറക്കുന്നു, നമ്മുടെ പ്രേക്ഷകർ അവരും അത് മറക്കുന്നു. അപ്പോൾ ഇവർ പറയും മറ്റേ IPS വാക്രം വന്നിറങ്ങി ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ചെയ്തു ഭയങ്കര ക്ലെയിമാണ്. എന്നാൽ ഇതേപോലുള്ള ED റെയ്ഡിന് മറ്റേ അവരെ ED ഓഫീസേഴ്സിനെ കത്തിച്ചളയുമായിരുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യില്ല. ഒന്നീ ആ എക്സ്ട്രീം അല്ലെങ്കിൽ ഈ എക്സ്ട്രീം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിലൊക്കെ ഭയങ്കര പ്രൊഫഷൻസ് തെളിയിച്ച റിട്ടയർഡ് ഓഫീസേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. എനിക്ക് അത്രയും പ്രൊഫഷൻസി ഒന്നും ഇല്ല. പ്രൊഫഷൻസി ഉള്ള മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞത് മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഇപ്പോൾ ADGP ആണ്, IPS ഉദ്യോഗസ്ഥനാണ്. മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് മറ്റുള്ള എൻ്റെ ഒരു ഗുരുവാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് സംശയം ചോദിക്കും. ലാൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ലാൻഡ് ഓർഡർ ഇല്ലല്ലോ. കഴിഞ്ഞ ഒരു 10 വർഷം ഇവിടെ ലാൻഡ് ഓർഡർ ഒന്നും ഇല്ലല്ലോ. അപ്പം ലാൻഡ് ഓർഡർ ഉണ്ടായിരുന്ന കണ്ണൂരൊക്കെ കൂത്തുപറമ്പ് ഭയങ്കര ലാൻഡ് ഓർഡറും തലവെട്ടി കൈവെട്ടി അവിടെയൊക്കെ കിടന്ന് ജോലി ചെയ്ത് അങ്ങ് അറ്റത്തെ പ്രൊഫഷൻസി തെളിയിച്ച ഒരു ഓഫീസറാണ് ഈ മാത്യു പോളികാർപ്പ്. അതുപോലുള്ളൊരു ഉദ്യോഗസ്ഥനെ ആദ്യം അദ്ദേഹത്തിൻ്റെ കൗൺസിലിൽ എടുക്കണം, ആഭ്യന്തരമന്ത്രിയുടെ ടീമിൽ അദ്ദേഹത്തെ എടുക്കണം എന്ന് ഞാൻ പറയും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പല DYSPമാർക്കും IPS ഉദ്യോഗസ്ഥന്മാർക്കും ലാൻഡ് ഓർഡർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ സർവീസിലുള്ള ചിലർ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട് കണ്ണൂർ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന. ഞാൻ CA ആണ്. കണ്ണൂർ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ച ആളുകളുണ്ട്. ഇപ്പോൾ വലിയ സിംഗമായിട്ട് IPS സിംഗമായിട്ടൊക്കെ അവർ വെളിയിൽ നടപ്പുണ്ട്. അപ്പം അവർക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ ഗൈഡ് ചെയ്തണമെന്ന് ഈ താഴെയുള്ള ഓഫീസേഴ്സിനെ. ഇപ്പോഴത്തെ DYSP അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പോൾ DYSP കംപ്ലീറ്റ് കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് അഴിച്ചുവിടാൻ പാടില്ല. അപ്പോൾ പിന്നെ അവർക്ക് കൺട്രോൾ വേണം, എപ്പോഴും കൺട്രോൾ വേണം. അവരെ ഡയറക്റ്റ് ചെയ്യണം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ പാടില്ല. DYSPയും CAയും SIയും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ, പോലീസുകാരും കൂടെ? നോ, അങ്ങനെയല്ല. ഈവൻ പോലീസുകാർ തന്നെ ലാൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഇപ്പോൾ മാത്യു പോളികാർപ്പ് സാറിനെ പോലെയുള്ള ആളുകൾ വന്ന് അവിടെ നിന്നാൽ പോലീസുകാർ എപ്പോൾ വെടിവെക്കണം? ഈ ചിലപ്പോൾ പോലീസുകാർ ഇതാവും, ഫീവർ വരും അവർക്ക്, ഈ ഭയങ്കര ഭയം വന്ന് അവർ വെടിവെച്ചു ഇവരൊക്കെ പറയാതെ തന്നെ. പിന്നെ അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട. അതുപോലും ചെയ്യാതെ അനങ്ങരുത് ഞാൻ പറയാതെ
എന്ന് പറഞ്ഞു കൊടുത്ത് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന സ്വന്തം അതെ. ഞാൻ അന്ന് മാത്യു പോളിക്കാർപ്പ് സാറിനെ ഇവിടെ മിസ് ചെയ്തല്ലോ എന്ന് ഞാൻ ആലോചിച്ചു, നമ്മുടെ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലുള്ളൊരു ഓഫീസർ നമുക്ക് ഇപ്പോൾ ഇല്ല, ലാൻഡ് ഓർഡറിൽ ഇല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലാൻഡ് ഓർഡറിലില്ല അത്രയും നല്ല ഓഫീസർ. അപ്പം പിന്നെ അങ്ങനെയുള്ള ഓഫീസേഴ്സിനെ IG, ADGP, ആദ്യം DG ഇദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ മാറ്റണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയാൽ ഞാൻ പറയും ഇരുമ്പൻ ജോസഫ് സാറിനെ പോലുള്ള KJ ജോസഫ് സാറിനെ പോലുള്ള ഒരാൾ ഉണ്ട് നമുക്ക്. അദ്ദേഹമാണ് യോഗേഷ് ഗുപ്ത. കമ്പനി സെക്രട്ടറിഷിപ്പ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ട്സ് അല്ലേ, ഈ മൂന്നും ഒരുമിച്ച് പാസ്സായ ഇന്ത്യയിലെ ഏക ഉദ്യോഗസ്ഥനാണ്. വളരെ ബ്രില്യൻ്റ് ആണ് ആള്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്, സൂപ്പർ ബ്രില്യൻ്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ 2%, 3%, 1% ഒക്കെയാണ് വിജയ ശതമാനം. അപ്പോൾ അത് എന്തിന് പോലീസിൽ വന്നെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതം കൂറാറുണ്ട്. നമ്മൾ വി ഡോണ്ട് ഡിസർവ് ഹിം. അദ്ദേഹം വേറെ എവിടെയെങ്കിലുമൊക്കെ പ്രൈം മിനിസ്റ്ററുടെ ആരുടെയൊക്കെ അഡ്വൈസറായിട്ടൊക്കെ പോകേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു ഓഫീസറെ DGP ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ആദ്യം ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് ADGP. അപ്പം നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാമല്ലോ, ഈ സിവിൽ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സിവിൽ ലിസ്റ്റ് പ്രകാരം നമ്മുടെ ഇപ്പോൾ ഇവിടെ സർവീസിലുള്ള ഏതൊക്കെ ഓഫീസറിനെ എൻ്റെ അടുത്ത് പറയാണ്, ഗോപാലകൃഷ്ണൻ നിങ്ങൾ എഴുതി തരൂ, ADGP, IG, ലാൻഡ് ഓർഡർ ഇവരെയൊക്കെ എവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ സജഷൻ എന്താണ്? ഞങ്ങൾ അതൊക്കെ ആലോചിച്ച് എക്സാമിൻ ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് നോക്കി പോസ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞു അഭിപ്രായം പറയും, എഴുതി തരാൻ. ഞാൻ പറയാൻ പോകുന്നത് യോഗേഷ് ഗുപ്ത. പിന്നെ അടുത്തത് പറയുന്നത് ദിനേന്ദ്ര കശ്യപ്. ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CBI എന്ന് തിരിച്ചു വന്നേ ഉള്ളൂ. അദ്ദേഹം വളരെ സോഫ്റ്റ്, ഞങ്ങളുടെ മൃദുഭാവേ ദൃഢകൃത്യേ പോലീസിന്റെ അത് നടപ്പിലാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സത്യമേ ചെയ്യൂ, റോങ് ചെയ്യില്ല. ദിനേന്ദ്ര കശ്യപ് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാജസ്ഥാൻകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ADGP ആണ്. അദ്ദേഹത്തിന് ലാൻഡ് ഓർഡർ 2 ADGP ലാൻഡ് ഓർഡർ പോസ്റ്റ് ഉണ്ട്. അതിൽ എവിടെയാണ് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം അദ്ദേഹത്തെ ട്രിവാൻഡ്രത്ത് പോസ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ട്രിവാൻഡ്രത്താണ് ഇനി സമരങ്ങളെല്ലാം. ഈ കണ്ണൂരും അവിടെ നിന്ന് സമരം ഇല്ലല്ലോ, എല്ലാവരെയും വിളിച്ചിടോ വാ ട്രിവാൻഡ്രത്ത് നമുക്ക് പ്രതിഷേധിക്കാം. കൂട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം ദുസ്സഹമാണ് ഇവിടുത്തെ ഇവർ വളരെ ശരിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇത് സ്പില്ലോവർ ചെയ്യും, ലാൻഡ് ഇത് വലിയ പ്രശ്നങ്ങളാവും. അപ്പം അങ്ങനെ ആകാതെ, അല്ലെങ്കിൽ അങ്ങനെ ആയാൽ ഇപ്പം കത്തിക്കണം എന്ന് പറഞ്ഞ് വന്നാൽ എങ്ങനെ അവരെ ഡീൽ ചെയ്യണം എന്ന് അത് ദിനേന്ദ്ര കശ്യപ് സാറും പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ DGP സംശയം ഉണ്ടെങ്കിൽ യോഗേഷ് ഗുപ്ത സാറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാം, ഹോം മിനിസ്റ്റർ അടുത്ത് കൺസൾട്ട് ചെയ്യാം, CMൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അങ്ങനെ ദിനേന്ദ്ര കശ്യപ് സാറിനെ ഇവിടെ 2 സോണേ ഉള്ളൂ ലാൻഡ് ഓർഡർ, അവിടെ പോസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഇങ്ങനെ വേറെ ഇടയിൽ പല ഓഫീസേഴ്സും ഒക്കെ വരുന്നു, പക്ഷേ അവരുടെ ഒന്നും പേരെനിക്ക് പറയാൻ തോന്നുന്നില്ല. സന്തോഷ് വർമ്മ അതിപ്രഗത്ഭനായ ഓഫീസറാണ്, പക്ഷേ നമുക്ക് സേവനം കിട്ടില്ല, അദ്ദേഹം വിദേശത്താണ്. പിന്നെ നാഗരാജുലു ഹർഷിത അട്ടല്ലൂരിയും നാഗരാജുലും 2 ADGPമാരാണ്. ഇവരെ 2 പേരെയും എവിടെയാണ് ഞാൻ പറയും, ഒരാളെ പിന്നെ ആകെ 2 പോസ്റ്റല്ലേ ഉള്ളൂ, കശ്യപ് സാറിനെ പോസ്റ്റ് ചെയ്ത് പിന്നെ ഒരു പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ 2 പേരിൽ ഒരാളെ എനിക്ക് തോന്നുന്നു നാഗരാജു സാറിനെ നോർത്തേൺ റേഞ്ചിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അട്ടല്ലൂരി മാഡത്തിനെ നമ്മുടെ ഈ എല്ലാ പിന്നെ നേരത്തെ ഇടതുപക്ഷക്കാരിരുന്നു, അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഒരു ഇൻ്റലിജൻസ് കോൺഗ്രസ് പാർട്ടിക്ക് UDFിനില്ല. അത് അവരുടെ ഒരു നേച്ചറാണ്.
അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മൾ നേരത്തെ എപ്പിസോഡിലും പറഞ്ഞു ഭയങ്കര സ്ട്രിക്റ്റ് ആക്കണം, ഭയങ്കര എഫിഷ്യൻ്റ് ആക്കണം. ഈ അണ്ടനെ അടകോടിനെ നമ്മുടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ടീം, ഒരു ADGPയുടെ നേതൃത്വത്തിൽ അവിടെ പോസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ DGPയുടെ നേതൃത്വത്തിൽ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് അവരുടെ താഴെ DYSP, CI, അവരാണല്ലോ ഈ റോഡിലിറങ്ങി ഇൻ്റലിജൻസ് എടുക്കുന്നത്, ഗ്രൗണ്ടിൽ പോലീസുകാരൻ തൊട്ട്. അതൊക്കെ അവർ ഡിസൈഡ് ചെയ്തോളും. നമ്മുടെ DYSPമാരും SP-മാരും ഡിസൈഡ് ചെയ്യും ഏത് പിന്നെ ആരെയാണ് എടുക്കുന്നത്. പക്ഷേ ADGP നേതൃത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു DGP നേതൃത്വം കൊടുക്കാൻ അട്ടലൂരി മാഡം പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. മാഡം വളരെ മിടുക്കിയാണ്. ഞാൻ ജോലി ചെയ്തിട്ടില്ല, ബട്ട് നമുക്ക് ഒബ്സർവേഷൻ ഇവർ രണ്ടുപേരും. ഞാൻ 2010 കൊല്ലത്ത് ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ പിന്നെ അൻവാർശ്ശേരിയിൽ നല്ല ക്രെഡിറ്റ്, മാഡത്തിന്റെ ധൈര്യമൊക്കെ ഞാൻ നേരിട്ട് കണ്ടത്. സ്റ്റുപ്പൻഡസ് വർക്കായിരുന്നു അന്ന് ചെയ്തത്. അതിലാണ് മാഡം പേരെടുത്തത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഒരു IPS ഓഫീസർ ASP SP 10 വർഷം, അത് കഴിഞ്ഞാൽ പിന്നെ പേരെടുക്കാൻ ഒക്കില്ല. അയാൾ DGP ആയിരുന്നാലും IG ആയിരുന്നാലും ഈ പേരാണ്. ഈ ആദ്യത്തെ 10 വർഷം, ആ 10 വർഷത്തിൽ പേരെടുത്തവർ ഇപ്പോഴും അത് റീറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ഇവരെ. പിന്നെ അത് കഴിഞ്ഞ് അക്ബർ IG ആണ്. അക്ബർ വളരെ മിടുക്കനായ ഓഫീസറാണ്, അപ്പൊളിറ്റിക്കാണ്. ഉണ്ടായിരുന്നു. അത് നേരത്തെ മാറ്റിയത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്തതാണ്. അദ്ദേഹം വളരെ ന്യായമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ ഒരു പേരെടുത്ത ഉദ്യോഗസ്ഥനാണ് അക്ബർ. അപ്പോൾ പിന്നെ കാളിരാജ് മഹേഷ് IG ആണ്. അദ്ദേഹത്തെയും എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് എറണാകുളം കമ്മീഷണറാണ്. അദ്ദേഹത്തെ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റണമെന്ന് ഞാൻ പറയില്ല. എറണാകുളം പോലൊരു നഗരത്തിൽ, കൊച്ചി പോലൊരു നഗരത്തിൽ അദ്ദേഹത്തെ പോലൊരു മികച്ച ആണ്. അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യാം. അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഗവൺമെൻറ്. പിന്നെ ഒരു പേര് കൂടെ പറഞ്ഞാൽ പലർക്കും പിടിക്കില്ല, ഹരിശങ്കർ DIG ആണ്. അയാളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്ത് ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി. ഈ ഈസ് എ വെരി കേപ്പബിൾ. നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് കേരള പോലീസിന്റെ ഒരു വാഗ്ദാനമാണ് ഈ ഹരിശങ്കർ. ഇനി മാപ്രകൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആക്ഷേപം ശബരിമല ഇഷ്യൂ. ശബരിമലയിൽ അദ്ദേഹം എന്ത് ചെയ്തെന്നാണ്, അതൊക്കെ പറയാൻ പോയാൽ നമുക്ക് തീരില്ല. എനിക്കറിയാം അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്. ഈസ് ആൻ എക്സലന്റ് ഗവൺമെന്റിന്റെ ഉത്തരവ്. ഞാൻ പറയും, എൻ്റെ അസസ്മെന്റ് സബ്ലൈം ടൈപ്പ് ഓഫീസറാണ് ഹരിശങ്കർ. നമുക്ക് അങ്ങനെയുള്ള ഓഫീസേഴ്സ് വളരെ കുറവാണ്. ഈസ് വെരി ബ്രെയിനി. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. സൗത്ത് കൊറിയയിലൊക്കെ പഠിച്ചിട്ട് അങ്ങനെ എന്തിനാണ് പോലീസിൽ ചേർന്ന് എനിക്കിപ്പോഴും ഒരു ഡൗട്ടുണ്ട്. അത് പോട്ടെ, ഹരിശങ്കർ. പിന്നെ അപ്പോൾ പിന്നെ നമ്മുടെ ചൈത്ര ജോൺ വളരെ ചൈത്ര നമുക്ക് എറണാകുളം കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഷീ ഈസ് ഹോൾഡിംഗ് ദ SP റാങ്ക്. ഇവിടെ ട്രിവാൻഡ്രത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കൊല്ലമൊക്കെ വളരെ ചെറിയ ഡിസ്ട്രിക്റ്റ് ആയിപ്പോയി. ഒരു എക്സലൻറ്റ് സബ്ലൈം ടൈപ്പ് ഓഫീസറാണ്. നമ്മുടെ ഹരിശങ്കർ ടൈപ്പിലുള്ള ഉദ്യോഗസ്ഥയാണ് ഈ ചൈത്ര ജോൺ. പിന്നെ ഇപ്പോഴുള്ള ഇനി പെട്ടെന്നുള്ള ഓഫീസേഴ്സ് ബാക്കിയുള്ളവർക്ക് വളരെ ജൂനിയറാണ്. എൻ്റെ വളരെ ജൂനിയറാണ്. എനിക്കവരെ ഒബ്സർവ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതിൽ 2-3 പേരെ പറ്റി എനിക്കറിയാം. 50 ലക്ഷം രൂപ വരെ പിരിച്ച്, ആദ്യത്തെ 10 വർഷത്തിന് 50 ലക്ഷം രൂപ വരെ പിരിച്ച് മറിച്ച് കൊടുത്ത് ഇടയ്ക്ക് ഡെപ്യൂട്ടേഷന് പോയി പിന്നെ തിരിച്ചു വന്ന ചില യങ് ഓഫീസേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഒരു ദുര്യോഗമാണ് IPSൻ്റെ. ഇത്ര ചെറിയ പോസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ 10 വർഷം അതിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇൽഫൈം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെയൊക്കെ പോസ്റ്റ് ചെയ്യണതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ വേണം. അത് ഗവൺമെൻറ്റും എന്തായാലും ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ ഇവരുടെയൊക്കെ മുന്നിൽ. അല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് കുളമായിരുന്നു നേരത്തെ. പിന്നെ ഇതുകൊണ്ട് പോലീസ് നന്നാവില്ല. ലാൻഡ് ഓർഡർ ചെയ്ത് ശീലമുള്ള DYSPസിനെ പോസ്റ്റ് ചെയ്യണം. DYSPs പിരിച്ചാലോ ഒരിക്കലും പിരിക്കില്ല. ചൈത്ര ജോണിൻ്റെ കീഴിലോ ഹരിശങ്കറിൻ്റെ കീഴിലോ നമ്മുടെ പിന്നെ കശ്യപ് സാറിൻ്റെ കീഴിലോ ഒരു DYSPയും പിരിക്കില്ല. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, 15 ലക്ഷം രൂപ 25 ലക്ഷം രൂപയുടെ
ഇവിടെയുള്ള ഒരാൾ വാങ്ങിച്ചത്, നമ്മുടെ സിറ്റി കമ്മീഷണറുടെ കീഴിലുള്ള ഒരു ഡിവൈഎസ്പി. അത് ചെയ്യില്ല. ഇവരാണ് ഞാൻ പറയുന്ന ഈ ഓഫീസ് പേടിയുണ്ടാവും, അവനെ പിടിക്കുക, ഇവരെ തന്നെ വിജിലൻസിനെ വിട്ട് പിടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഓഫീസേഴ്സ് നോക്കിക്കോളും. ഈ ലാൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഡിവൈഎസ്പി, അത് SP മാർക്കും DIG മാർക്കും അത് വലിയ പരിചയമില്ല. അത് അവരുടെ കുറ്റമല്ല, അവരത് ചെയ്ത് ശീലിച്ചിട്ടില്ല. മറ്റത് SI ലെവല് ഇത് ചെയ്ത് വരുന്നതാണ്. അപ്പം ലാൻഡ് ഓർഡർ സർവീസുള്ള DYSPs ആൻഡ് CIs ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഒരു കളക്ഷൻ ഓഫ് ഇൻ്റലിജൻസ്, അതൊരു ആർട്ടാണ്. ഇപ്പോൾ ഉദാഹരണം മ്യൂസിയം CI, കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള മ്യൂസിയം CI പ്രശാന്ത്, അയാൾ എൻ്റെ കീഴിൽ ജോലി ചെയ്തതാണ് SI ആയിട്ട്. എക്സലൻറ്റ് വർക്കാണ് അദ്ദേഹത്തിന് അതേ പറ്റുള്ളൂ. ഇപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേഷനും ലാൻഡ് ഓർഡറൊന്നും പ്രശാന്തിന് പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. ഇപ്പോൾ എനിക്ക് ലാൻഡ് ഓർഡർ എനിക്ക് പറ്റില്ല. എനിക്ക് ആൻറ്റി കറപ്ഷനാണ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പ്രശാന്തിനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ തിരിച്ച് പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്ന എക്സലൻറ്റ് കിടുക്കൻ ന്യൂസുകളാണ് ശബരിമലയിൽ. അയാൾ ന്യൂസ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അതിൽ ആക്ട് ചെയ്തത്. ഒരു പക്ഷേ അയാൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇൻഫർമേഷൻ ആയിക്കോണെ മറിച്ച് വിൽക്കാമായിരുന്നു. ആ ഇൻഫർമേഷൻ എനിക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആക്ട് ചെയ്തത്. അപ്പം അതേപോലുള്ള CIമാർ. സാർ, ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ലോ ആൻഡ് ഓർഡറും ക്രൈമും രണ്ടാക്കണം, സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനെ അതുകൊണ്ട് വലിയൊരു പ്രയോജനം വരില്ല. കാരണം ഇത് ക്ലാഷ് ആവും. ഈ പോലീസ് സ്റ്റേഷനിൽ ക്ലാഷ് ആവും SIമാരും CIമാരും ഒക്കെ തമ്മിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ DGP പോലുള്ള അടുത്ത് യോഗേഷ് ഗുപ്ത സാറിൻ്റെ അടുത്തോ രവതാ ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്തോ ഒക്കെ കൺസൾട്ട് ചെയ്ത് ഉചിതമായ നടപടി എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ജൂനിയർ ലെവലിൽ ഇത് ക്ലാഷ് വരാൻ സാധ്യതയുണ്ട് ഈ ഓഫീസേഴ്സ് താഴെത്തട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ SIമാരെയും CIമാരെയും നമ്മൾ ഉപേക്ഷിക്കരുത്. അത് SP സെലക്ട് ചെയ്യട്ടെ. ഇപ്പോൾ ചൈത്ര ജോൺ വരെയാണെങ്കിൽ ചൈത്ര ജോണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആരെയൊക്കെ വേണം അതൊക്കെ പറയുമ്പോൾ വലിയ വിഷയം വരും. അത് അങ്ങനെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ പറയും. അങ്ങനെയാണ്. അതുകൊണ്ട് നാളെ ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ ഹോം മിനിസ്റ്റർക്ക് DIG എടുത്ത് ചോദിക്കാം, ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ ഹരിശങ്കർ, അല്ലെ ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ ചൈത്ര എന്ന് ചോദിക്കാം. അപ്പം അവരതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇതല്ല, കുറേ CIമാരും DSPമാരെയും അങ്ങ് പോസ്റ്റ് ചെയ്യും. ഈ സീനിയർ ഓഫീസേഴ്സിന് യാതൊരു കൺട്രോളും ഇല്ല. പിന്നെ ഒരു വലിയൊരു കാര്യം, പ്രതിഷേധം നന്നാക്കാൻ പോലീസ് അസോസിയേഷനെ നിയന്ത്രിക്കണം. പോലീസ് അസോസിയേഷനെ നിയന്ത്രിച്ചേ പറ്റൂ. പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പോലീസ് അസോസിയേഷനെ നിയന്ത്രിച്ചാൽ മറ്റതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് വലിയ, കഴിഞ്ഞ ഭരണകാലത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഭരണകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ സാധാരണഗതി അങ്ങനെ സംഭവിക്കില്ല. ഒരു വ്യക്തി ഇറങ്ങി ഭയങ്കര പിരിവാണ്, ഭയങ്കര പിരിവാണ്. എനിക്ക് നേരിട്ടറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 ലക്ഷം ഞാൻ തുറന്നു. ഞാനവിടെ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഒരു ATM മെഷീൻ വെക്കാൻ പറ്റുമെന്ന് SP എടുത്ത് ഒരു കോഫി ഇതും കൂടെ കോളേജിനകത്ത് വയ്ക്കാൻ ചെന്ന് പറഞ്ഞു. അയ്യോ സാറേ, 4 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. എനിക്ക് എൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം എൻക്വയറി വരുമെന്ന് ഒന്നും നടന്നില്ല. ഒരു എൻക്വയറി ഇല്ല. അയാൾ ഇപ്പോഴത്തന്നെ അയാൾക്ക് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും എല്ലായിടത്തും അയാൾക്ക് പിടിയുണ്ട്. ഇപ്പം തന്നെ പല പോലീസുകാരുടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യില്ല എന്ന് പറഞ്ഞ് പൈസ വാങ്ങിയതായിട്ട് ചില പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. ട്രാൻസ്ഫർ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ട്രാൻസ്ഫറാണ്. എന്നിട്ട് നമ്മുടെ ഹോം മിനിസ്റ്ററും പിന്നെ CMൻ്റെയൊക്കെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്. എന്നിട്ട് കൂടെയുള്ള പോലീസിനായിട്ട് മിനിസ്റ്ററുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പടം അങ്ങ് എടുത്തേക്കണം. എന്നിട്ട് ഇതിനെ സർക്കുലേറ്റ് ചെയ്യുക. ഇയാൾ ഇടപെട്ട ഒരു ഹൈലി കറപ്റ്റായിട്ടുള്ള, സ്റ്റിങ്കിങ്ലി കറപ്റ്റായിട്ടുള്ള ഒരു IPS ഓഫീസറെ ഇയാൾ ഇടപെട്ട് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ അയാൾ പോസ്റ്റിംഗ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ പോയി പറഞ്ഞാൽ എന്തും ചെയ്യില്ലേ? തീർച്ചയായും. അപ്പോൾ ഈ ഹോം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ എന്തൊക്കെ ചെയ്താലും ഈ പോലീസ് അസോസിയേഷൻ നേതാവിനെ നിലയ്ക്ക് നിർത്തി. അയാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ അസോസിയേഷൻ നേതാക്കളെ ഒന്നും എനിക്കറിഞ്ഞൂടാ. അവരാരും ഇത്രയും കുഴപ്പമില്ല. ഇത് കുറേ നാളായി ഈ കൃഷി നടത്തുകയാണ്.
ഒരു അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അയാളുടെ പുറത്ത് ഓർഡർ ചെയ്താൽ അത് നിൽക്കും. അപ്പം ഇതുപോലെ കഴിഞ്ഞ CM-ൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു അവതാരങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ ആദ്യമില്ലെങ്കിലും രണ്ടാമത്തെ ഭരണകാലത്ത് ഒരുപാട് അവതാരങ്ങൾ മൊത്തം കുളമാക്കി. അപ്പം അതുപോലൊരു അവതാരമാണ് ഈ പോലീസ് അസോസിയേഷൻ്റെ ഒരു നേതാവ്. അയാളെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഈ വലിയ ആപത്തുണ്ട്. നമ്മളെ IG മറ്റേ ഇവരെ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് ഈ നേതാവ് ഒരു IG റാങ്കിലുള്ള, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ലിസ്റ്റും കൊണ്ടുവന്നു. ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ഇതെന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഒക്കെ വായിച്ചിട്ട് ഇത് മറ്റേ പോലീസുകാരെ ട്രാൻസ്ഫർ വലിച്ച് ഡസ്റ്റ്ബിനിലിട്ട് പൊയ്ക്കോ. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അത്രയും ധൈര്യമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ പക്ഷെ പലരും അവിടെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതാണ്. അപ്പൊ അത് പക്ഷെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് അത് പാടില്ല. അങ്ങനെയുള്ള അതൊക്കെ സർക്കാർ സംശയം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. വേണ്ടപ്പെട്ട, അതാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗവൺമെന്റിന്റെ വേണ്ടപ്പെട്ട ആളുകൾ അവിടെ പോസ്റ്റ് ചെയ്യണം. സ്പെഷ്യൽ ബ്രാഞ്ച് ഇറ്റ്സ് എ പവർഫുൾ ഓർഗനൈസേഷനാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. നല്ല ഒതുക്ക സ്ഥലമില്ല. അവിടെ പോസ്റ്റ് ചെയ്തിട്ട് അവരുടെ ടീം എടുക്കുക. സംശയം ഉണ്ടെങ്കിൽ പോലീസ് അഡ്വൈസേഴ്സ് ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ റിട്ടയർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടുത്ത് ചോദിക്കാം, വിജിലൻസിന് ചോദിക്കാം. എന്തിനാണ് ഈ അസോസിയേഷൻ നേതാവിൻ്റെ അടുത്ത് പോയി ചോദിക്കണേ? ഇതാണ് പ്രോപ്പർ വേ. അതാണ് അതിൻ്റെ പ്രോപ്പർ വേ. അല്ലാതെ പോലീസുകാരെ വരട്ടി നിനക്ക് ഞാൻ മറ്റടുത്ത് ശരിയാക്കി തരാം, മറിച്ചത് ശരിയാക്കാം. പാവപ്പെട്ട പോലീസുകാരെ അന്തം വിട്ട് അവർക്ക് പിള്ളേരെ വളർത്തണ്ടേ? നീ പോയി വയനാട് നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? അയ്യോ, ഭയങ്കര കഷ്ടമല്ലേ? അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ തന്നെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനെ നേരെ കോഴിക്കോട് അടിക്കുന്നു. നിങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പം എൻ്റെ ശ്രദ്ധപ്പെട്ടതാണ്. നിങ്ങൾ ചിലപ്പോൾ മറന്നു വായിക്കാണ്. ഒരു ലേഡി കോൺസ്റ്റബിൾ ആത്മഹത്യ ചെയ്തു കൊല്ലത്തവിടെ, അല്ലേ? ഞാൻ റിപ്പോർട്ട് ചെയ്ത അവരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു. അത് ഈ അസോസിയേഷൻ ഏത് അസോസിയേഷൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോൺഗ്രസ് ആണോ CPM ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ശരിക്കും ഇടതുപക്ഷത്തിന്റെ തന്നെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ, ആ സ്ത്രീ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയായിരുന്നു. കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇത് താങ്ങാനായില്ല, അങ്ങനെ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അത് കൊല്ലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയാണ്. പക്ഷെ അത് പിന്നീട് തേഞ്ഞുമാഞ്ഞു പോയി. അതിൻ്റെ ഉത്തരവാദികളൊന്നും കണ്ടെത്തിയില്ല. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ശരിക്കും ഏത് ഉദ്യോഗസ്ഥനെ ഏത് പദവിയിൽ ഇരുത്തണം എന്നുള്ളത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കണം. അല്ല, മാനദണ്ഡം ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി അതേ ഉള്ളൂ. വേറെ നമുക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചാൽ ആളെ കിട്ടാതാവും. ഞാൻ നേരത്തെ പറഞ്ഞു 60% കറപ്റ്റാണെന്ന്. IG തൊട്ട് മുകളിലോട്ട് SP ലെവലിലും ജൂനിയർ ഓഫീസേഴ്സിൻ്റെ ഇടയിൽ അത് കുറച്ചുണ്ട്. ഒരു 10-40% ഉണ്ട്. പുതിയ പയ്യന്മാർ എല്ലാവരും ഞാൻ പറയില്ല, നല്ല ഉദ്യോഗസ്ഥന്മാർ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പേരെടുത്ത് പറഞ്ഞു. ഇനിയും പേര് പറയാത്ത നല്ല ഉദ്യോഗസ്ഥന്മാർ ജൂനിയർ ലെവലിലുണ്ട്. ഞാൻ 5 വർഷം 6 വർഷം 8 വർഷമൊക്കെ പലരെയും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെയൊക്കെ പോസ്റ്റ് ചെയ്യാം. പക്ഷെ അവർക്ക് ദേ ലാക്ക് എക്സ്പീരിയൻസ്. അപ്പം ലാൻഡ് ഓർഡർ എക്സ്പീരിയൻസ് ഉള്ള DYSP, എക്സ്പീരിയൻസ് ഉള്ള IG, ADGP ഇവരെല്ലാം കൂടെ ആകുമ്പം ആ ടീം കറക്റ്റാവും. അപ്പോൾ ആ ഒരു ടീം വർക്ക് കൊണ്ട് സത്യത്തിൽ സർക്കാരിനും നാട്ടിലെ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ സമാധാനം, ഏറ്റവും വലിയ വിഷയം അതൊക്കെയാണ്. സ്ത്രീ സുരക്ഷയിലൊക്കെ നമ്മൾ വലിയ പുറകിലോട്ട് പോയിരിക്കുന്നു. അതിന് മാറ്റം വരണം. ഗവൺമെൻറ് എന്തായാലും ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ, ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ ഇത് ഏൽപ്പിച്ചാൽ താഴെത്തട്ടിൽ വരെ അതിൻ്റെ ആ ഒരു ഗുണം അത് ഉണ്ടാവുകയും അതിൻ്റെ നന്മ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും വന്ദേ മാതരം.